ഇടുക്കിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞ യൂത്ത് ലീഗ് പ്രവർത്തകർ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീമിനെയാണ് പ്രവർത്തകർ തടഞ്ഞത്. തൊടുപുഴ പടിഞ്ഞാറെ കോടിക്കുളത്ത് കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നേതാക്കൾ. വിവരങ്ങളുമായി സി.ബി.സി. ജോസഫ് കൂടി ചേരുന്നുണ്ട്. സി.ബി, ഇടുക്കിയിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു ഈ വഴി തടയാൻ മാത്രം ഒരു കാരണം? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ തമ്മിലടി രൂക്ഷമാണ്. അതായത് കോടിക്കുളം പഞ്ചായത്തിൽ ലീഗിന് ഭൂരിപക്ഷമുള്ള വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി അവിടെ 300 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. ഈ സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടർ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം. മാത്രമല്ല, ഈ അന്ന് സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചവർക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ നൽകി എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ആരോപണം. ഇത് അനുസരിച്ച് ഔദ്യോഗിക പക്ഷവും വിമത പക്ഷവും എന്നിങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള വളരെ വലിയ പ്രതിഷേധം ലീഗിൽ ഇപ്പോഴുമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തൊടുപുഴ പടിഞ്ഞാറെ കോടിക്കുളത്ത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ സംഘടിപ്പിച്ച ശിഹാബ് തങ്ങൾ അനുസ്മരണത്തിനിടെയാണ് ഈ തമ്മിലടി രൂക്ഷമായത്. യോഗത്തിൽ സംസാരിക്കാനെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീമിനെ യൂത്ത് ലീഗുകാർ വഴിയിൽ തടയുകയായിരുന്നു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി.എം. ബാവയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടി.എം. സലീമിനെ തടഞ്ഞത്. മാത്രമല്ല, തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം തന്നെ പോലീസ് എത്തിയാണ് പിന്നീട് ഈ നേതാക്കന്മാരെ യോഗ സ്ഥലത്തേക്ക് എത്തിക്കുകയും പിന്നീട് തിരിച്ച് മടങ്ങുകയും ചെയ്തു. എന്തായാലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും തങ്ങളുടെ നേതാവിനോട് ഈ വൈസ് പ്രസിഡന്റിനോട് കയർത്തുകൊണ്ടൊക്കെ സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് ലീഗിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഈ മുസ്ലിം ലീഗിന്റെ തമ്മിലടി ഏറ്റവും രൂക്ഷമായതും അതിന്റെ കൃത്യമായ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു ഇന്നിപ്പോൾ ഈ കോടിക്കുളത്തെ പരിപാടിക്കിടെ കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും സി.ബി, എന്തായാലും ലീഗിലെ തമ്മിലടിയാണ് പുറത്തു വരുന്നത്. ഭിന്നത രൂക്ഷമാവുകയാണ്. സി.ബി.സി. ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്.